ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ പിടിച്ച്. എന്റെ ഷുഗർ ലെവൽ കുറഞ്ഞെന്നാ തോന്നുന്ന മോളെ. അയ്യോ, തല ചുറ്റുന്ന പോലെ തോന്നുവാ. എനിക്ക് വല്ലാണ്ട് ദാഹിക്കുന്നു. നീ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. അമ്മ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. എന്റെ ദൈവമേ, അമ്മേ, അമ്മ വാ, ഇത് കുടിക്കും. അയ്യോ, ഓഹോ, വലിയ സൗകര്യത്തിലായി പോയില്ലേ. അമ്മ ജ്യൂസ് മാത്രമേ കുടിക്കൂ? പ്രകാശേട്ടാ, അമ്മ ജ്യൂസ് അങ്ങനെ കുടിക്കാറില്ല. അമ്മയുടെ ഷുഗർ ലെവൽ കുറഞ്ഞുപോയി, അതാ പെട്ടെന്ന് ജ്യൂസ് കൊടുത്തത്. ഓ, അങ്ങനെയാണോ? വെറുതെ ഇരുന്ന് തിന്നുന്നോണ്ടാ ഈ ഷുഗറൊക്കെ അങ്ങോട്ട് കുറഞ്ഞു പോകുന്നത്. തള്ള നന്നായിട്ട് ചെറുത്തുണ്ടല്ലോ. വെറുതെ കിട്ടുന്നതാണെന്ന് കരുതി വലിച്ചു വാരി തിന്നരുതെന്ന് പറയണം. വെറുതെ ഇരുന്ന് തിന്നുമ്പോ തിന്നുന്നവരെ ഓർത്തില്ലെങ്കിലും ഊട്ടുന്നവരെ ഓർക്കണം. അങ്ങനെ വെറുതെ ഇരുന്ന് തിന്നാനൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല. നന്നായിട്ട് പണിയെടുത്തിട്ടാ ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അത് ഞാൻ കാണുന്നുണ്ട്. 24 മണിക്കൂറും തീറ്റയും TV കാണലും. പെറ്റ തള്ളയുടെയും ജനിപ്പിച്ച തന്തയുടെയും വില അറിയാത്തവനാ അമ്മായിയമ്മയെ കുറ്റം പറയുന്നത്. തള്ളേ, നിർത്തിക്കോണം. വേണ്ടാത്തൊക്കെ പറഞ്ഞ് എന്നെ അപമാനിക്കുന്നോ? അമ്മ ആരെയും അപമാനിക്കുന്നില്ല. സ്വന്തം അച്ഛനെയും അമ്മയും നിങ്ങൾ നന്നായിട്ട് ദ്രോഹിക്കുന്ന കാര്യമൊക്കെ അമ്മ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. അതേ അവര് വിളിച്ചു പറഞ്ഞുള്ളൂ. എന്റെ അച്ഛനമ്മമാര് ചെയ്യുന്നത് പോലെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് മുഴുവനും തിന്നു മുടിക്കാനാണ് നിന്റെ അമ്മ വന്നിരിക്കുന്നത്. എന്തൊക്കെ വേണ്ടാതീനങ്ങളെ പറയുന്നേ? ഞാൻ പറയുന്നൊക്കെ 100% സത്യമാടി. എനിക്കിത് വേണം, ഞാനിത് കേൾക്കണം. അന്യന്റെ വീട്ടിൽ അടുക്കളപ്പണി എടുത്ത് മാനം മര്യാദയായിട്ട് ഒതുങ്ങിക്കഴിഞ്ഞവളാ ഞാൻ. മോള് പുതിയ വീടുണ്ടാക്കുന്നെന്ന് കേട്ടപ്പോ മതി മറന്ന് വലിഞ്ഞു കയറി വന്നവളല്ല ഞാൻ. മരുമോൻ വന്ന് കാല് പിടിച്ച് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാ. ഞാൻ തന്നെ ഇത് കേൾക്കണം. പണത്തിന് കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ, ഇതുവരെ അന്തസ് വിറ്റ് ജീവിച്ചിട്ടില്ല. മോളെ, ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. തള്ളയുടെ പോക്ക് കണ്ടില്ലേ? തിന്നുന്നതെല്ലാം എല്ലിന്റെ ഇടയിൽ കയറുന്ന കേടാ നിന്റെ തള്ളക്കി. നിന്റെ തള്ള പോയാലേ എനിക്കൊരു ചുക്കുലടി. എന്റെ പെറ്റമ്മ എനിക്ക് പ്രാണന. അവരെ അപമാനിച്ച ഞാൻ ക്ഷമിക്കില്ല. പിന്നെ നീ എന്നെ അങ്ങോട്ട് മൂക്കിക്കേറ്റാൻ പോവല്ലേ? ഒന്ന് പൊടി. ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവും ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടതാ.